ബോണറ്റ് വെച്ച് കഷണ്ടിയായി തുടങ്ങി തോന്നുന്നു. അപ്പൊ ഗൈസ്, ഇന്നത്തെ റൈഡിന് 50 റൈഡേഴ്സാണ്. 50 റൈഡേഴ്സ്. ലിസ്റ്റ് കണ്ടോ? ഇതിന് ഏറ്റവും ലാസ്റ്റ് 50 ലോക്ക്ഡ് എന്ന് എഴുതി. കാരണം അത്ര 50 റൈഡേഴ്സ് ഇന്നുള്ളൂ. 50 റൈഡേഴ്സിന് വരാൻ പറ്റുള്ളൂ. 50 റൈഡേഴ്സ് ഉണ്ടെന്ന്. ഇന്ന് പോകുന്നത് ലിസൈലി ഇങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന് പേര്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ കുറെ പേര് പോകുന്നു കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന ടീഷർട്ട് ഡ്രാഗൺ ബോൾ സി. ആർക്കെങ്കിലും ആനിമെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ജാക്കറ്റ് നമ്മൾ ഇടുന്നത് ഈ ജാക്കറ്റാണ്, ഡെനിം ജാക്കറ്റാണ് നമ്മളിടുന്ന ജാക്കറ്റ്. ഇതിന്റെ ബാക്കിൽ ഡിഡ് യു മിസ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജാക്കറ്റ്. ഇത് നാട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. കുറേ ആയി, 2-3 വർഷമായി. ഗെസ് ഒറിജിനൽസ് ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒറിജിനൽ ഗെസ് എന്നുള്ള ബ്രാൻഡിന്റെ ആണെന്നൊന്നും അറിയില്ല. ഇതിന്റെ മെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് ശരിക്കും കാണുമെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ഇത് ഡേ ടൈമിലൊന്നും ശരിക്കും അറിയില്ല, നൈറ്റ് പെട്ടെന്ന് അറിയില്ല, പക്ഷെ ശരിക്കും ചില സമയങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. ജസ്റ്റ് ഒരു ബേസിക് ബ്ലാക്ക് ഡെനിം ജാക്കറ്റ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഇടുന്നത്. പിന്നെ നമ്മുടെ റൈഡിങ് ബൂട്ട് ഇടുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് ഗ്ലൗസ്, ഹെൽമെറ്റ്സ്, എക്സെട്ര ഇതെല്ലാം പോകും. ലെറ്റ്സ് ഗോ. There we go. വെൽക്കം ബാക്ക്. നമ്മൾ താഴെ എത്തിയിരിക്കുന്നു. പാർക്കിംഗ് നമ്മൾ അധികം ഒച്ചയെടുത്ത് ആരും പേടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ഇതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് മേജർ തിങ്സ് മാത്രം. മിറേഴ്സ്, വിൻഷീൽഡ്, പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് സീറ്റ് ഫ്രണ്ട് സീറ്റ്. പൂച്ചൊക്കെ കയറി ഓടിയിട്ടുണ്ട് അതിലൂടെ. എനിവേ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇത്ര മതി, ധാരാളം. ഇനി നേരെ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ പോകും. ആസ് യൂഷ്വൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്ലവ്സ് ഓൺ. നമുക്ക് പോയിട്ട് അവിടുന്ന് പെട്രോൾ അടിക്കണം. എന്തായാലും ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് വണ്ടി വന്നുകൊണ്ടിരിക്കുക. ലെറ്റ്സ് ഗോ. സലാം കിയാലേ. നമുക്കിന്ന് ഇങ്ങനെ ഈ വഴി പിടിക്കാം. ഇന്നെന്താ ഭയങ്കര ഒരു സഫക്കേഷൻ. ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരു ടാബ്ലറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു, എടുത്തിട്ടില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കുഴപ്പമില്ല, നമുക്ക് പോകാം. ഇനി നമ്മൾ പുറകോട്ട് തിരിയുന്നില്ല. അപ്പം നേരെ ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വിൽ ബി നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് പോയിന്റ് പെട്രോൾ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് അവിടുന്ന് ലിസൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. 50 റൈഡേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല തണുത്ത കാറ്റുണ്ട്. വയ്യായിക അസുഖം കൂടാൻ ഞാൻ മതി. അപ്പോൾ നമ്മുടെ യൂഷ്വൽ ഇനോക്ക് 1603 ആണ് മീറ്റപ്പ് പോയിന്റ്. അവിടെ എത്തിയിട്ട് ഇത്രയും ബൈക്കുകൾ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ അവിടെ ഇന്ന് എന്തൊക്കെ ബൈക്കുകൾ വരാനുണ്ട്, എന്തൊക്കെ നോക്കാം. അതുപോലെ ലിസൈൽ എന്താണെന്നുള്ളതും കൂടെ നോക്കാം. ലിസൈൽ എന്താണ് അവിടെ. എന്തായാലും ഡിന്നർ ആയിരിക്കും പ്ലാൻ. അവിടെ ചെന്ന് ഡിന്നർ കഴിക്കുക. ലിസൈൽ എന്താണെന്നുള്ളത് ഇന്നറിയാം. Anyways, let's go to the meetup point. നമ്മൾ ഇവിടെ വലിയ റൗണ്ട് അബൌട്ട്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ എത്താനുള്ള പമ്പ്. ഈ റൗണ്ട് അബൌട്ട് എനിക്കൊന്ന് പണ്ട് നമുക്ക് ഈ ഇതില്ലായിരുന്നു, സിഗ്നൽ ഇല്ലായിരുന്നു. ആദ്യം ഇത് ജസ്റ്റ് വെറും ഒരു റൗണ്ട് അബൌട്ടായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര വലിയ റൗണ്ടാണ്. ഇപ്പോഴാണ് ഇതിൽ സിഗ്നൽ വന്നുള്ളത്. ആരോ ബൈക്കുണ്ട്. ഇങ്ങനെയും എനിക്ക് തോന്നുന്നു നമ്മളന്ന് പോയപ്പോൾ അതിൻ്റെ കൂടെ വന്നാന്ന് തോന്നുന്നു. നമ്മുടെ ബാക്കിലുള്ള വണ്ടി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണോ അതിന് മുന്നേ ആണോ, നമ്മളങ്ങോട്ട് പമ്പിക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ മറ്റേ ഹെൽസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള MC ക്ലബ്ബ് എത്ര പേർക്ക് പരിചയമുണ്ടെന്നാവോ, അവരുടെ ഒരു ഡോക്യുമെൻ്ററി കാണുമായിരുന്നു. ഹെൽസ് ഏഞ്ചൽസ് എങ്ങനെ വന്നു എന്നുള്ളതും അതിൻ്റെ ഹൈറാർക്കി സിസ്റ്റം. അത് പിന്നെ ഭയങ്കര എന്താ പറയുക, വൻ ക്രൈം, ഒരു പ്രോപ്പർ അമേരിക്കൻ ബൈക്കർ ഗ്യാങ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ടീമാണ്. ജസ്റ്റ് ബൈക്കർ ഗ്രൂപ്പ് മാത്രമല്ല, പക്ഷേ മറ്റേ ഫുള്ള് മറ്റേ ഹാർലി, ബ്ലാക്ക് ആൻഡ് ക്രോം ഹാർലികളും ലെതർ ജാക്കറ്റുകൾ, ആ ഒരു ടൈപ്പ് സംഗതി ഉണ്ടല്ലോ. ടാറ്റു, ലോങ് ഹെയർ, ലോങ് ബിയർഡ്, നിയമങ്ങളൊന്നും നോക്കില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവർ. അപ്പോൾ അവരുടെ ഉയർച്ചയും അവരുടെ ഉണ്ടായ കഥകളും ഇതൊക്കെ കാണുമായിരുന്നു. നല്ല രസമായിരുന്നു. അതുപോലെ അവരുടെ വലിയൊരു റൈവൽ ഗ്യാങ് ആണ് മറ്റേ മംഗോൾസ് പറഞ്ഞ ഗ്യാങ്. നല്ല രസം കേട്ടോ. ഈ മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങും
മോട്ടോർ സൈക്കിൾ ക്ലബ്ബുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചകഞ്ഞ് നോക്കുമ്പോൾ നല്ല രസമാണ് ഇവരുടെ കഥകളും കാര്യങ്ങളെല്ലാം. ഇതേ പോകുന്നു. കുറേ ബൈക്കുകളുണ്ട് കേട്ടോ. ഇന്ന് കുറേ ബൈക്കുകളൊക്കെ നമ്മളെ കൂടെ വരാനുള്ളതാവും. അടുത്ത എക്സിറ്റ് എടുക്കാം. പക്ഷേ ഇത് വലിയൊരു റൗണ്ട് അബൌട്ട് ആയതുകൊണ്ട് ലെഫ്റ്റ് ലൈന് പിടിച്ച് മെല്ലെ നൈസായിട്ട് മുന്നോട്ട് കയറി പോയാലും കുഴപ്പമൊന്നുമില്ല. Here we go. ഇവിടെ സ്പീഡ് ലിമിറ്റ് എത്രയെന്ന് നോർമൽ. ഇവിടെ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഹാർലി നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ വന്ന് കയറി, നമ്മുടെ തൊട്ട് മുന്നേ പമ്പിൽ കയറി. നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആദ്യം ചെന്ന് പെട്രോൾ അടിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യാം. നമ്മൾ കറക്റ്റ് ടൈമാണ്. 7:50 മീറ്റപ്പ് ടൈം. 7:49. അയ്യോ, ഇവിടെ എത്ര സ്പീഡ് ലിമിറ്റ് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് സ്റ്റോപ്പ് ബട്ട്റോൾ. ഈ പമ്പ് തന്നെ അല്ലേ? അതെ, അവിടെ കുറേ വണ്ടികളുണ്ട്. ഹായ് ബ്രോ, സൂപ്പർ ഫുൾ. ഓക്കെ അല്ലേ? അവിടെ ഗ്യാപ്പുണ്ടോ? എന്നിട്ടേ 5 മിനിറ്റ് ഇവിടെ ഉണ്ടാവില്ലല്ലേ? കുഴപ്പമില്ലല്ലോ. എന്താണ്ട് സുഖം? എന്തൊക്കെയാ അല്ലേ? ആരൊക്കെ എത്തിണ്ട്? ഹായ് ബ്രോ. ഹൈദർ. യശ്വന്ത്. ഹായ് ഹൈദർ. താരിഖ്. സലാം. ഹൈദർ. ഹൈദർ. ഹൈദർ എങ്ങനെ? അപ്പോൾ അതേ നമുക്ക് ഇറങ്ങാം. നമ്മളതേ ഫ്രണ്ടിൽ കീർത്തി തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. പിന്നെ ജാസിംബ ഇതേ സൈഡിൽ ഫ്രണ്ടിലോട്ടെങ്കിൽ ഇവിടേക്ക് എടുത്ത് മാറി നിൽക്കാം. ഈ ഫ്രണ്ടിൽ തന്നെ കയറാനുള്ള വലിയ താല്പര്യമില്ല തൽക്കാലത്തേക്ക്. എന്ത് അപ്പോൾ അതേ വണ്ടികളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് റെഡി വരുന്നു. ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഹെൽമെറ്റിൽ കൂടെ ആളുകളെ മനസ്സിലാവാനുള്ള ഒരു ഇത് വേണം. കുറേയൊക്കെ വണ്ടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള GS ബ്രോ ഉദയ്. ഇത് ഏതാടാ എക്സോസ്റ്റ്? എൻ്റെ അമ്മേ,
മോൺസ്റ്റർ. ഓക്കെ, ഫ്രണ്ടിൽ പോകുന്നവരാണ് ഇറങ്ങട്ടെ. ആ വൈറ്റ് ഇതായിരിക്കും നമ്മുടെ, ഇവരൊക്കെ ഫ്രണ്ടിൽ പോക്കട്ടെ. വിട്ടേക്കാം. ഗമോൺ ഗമോൺ. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ RJ, അതെ RJ എന്ന് തോന്നുന്നു. പക്ഷെ ആ വണ്ടിയുടെ എക്സോസ്റ്റ് ഈസ് ആൻ എക്സോസ്റ്റ്. പിന്നെ ഒരു മഞ്ഞ വണ്ടി GSX-R വണ്ടിയൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഓ, ആ വെള്ള ഹാർലി എവിടെ ചെന്നാലും കാണാം. എടുത്തേക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ നമുക്ക് ഈ സൈഡ് പിടിക്കാം, എന്നിട്ട് നോക്കാം എങ്ങനെയാണ്. വണ്ടികൾ ഇതേ വരിയായിട്ടിരിക്കുന്നു. ബാക്കിലും ഇതേ വണ്ടികൾ വരിയായിട്ട് ഏകദേശം 50 കുറച്ച് പേര് ചെറിയ എന്തോ ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് പോകാനുള്ള ഗ്യാപ്പില്ലേ? ഈ ബൈക്കൊന്ന് ചെറുതായിട്ട് ഗ്യാപ്പ് കൊടുക്കേണ്ടി വരും. പോവാം. ഈസി പീസി. ഓക്കെ, here we go. Now we moving. ഇല്ല, മൂവ് ചെയ്യാനായിട്ടില്ലേ. അപ്പോൾ സ്റ്റാഗേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിഗ്സാഗ് ഫോർമേഷൻ. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കിൽ 360ക്കുള്ള മൗണ്ട് ഉണ്ട് അല്ലേ. ഒരുവിധം എല്ലാവരുടെ കയ്യിലും 360 ഉണ്ട്. ഈ ബ്രോയുടെ ഹെൽമെറ്റ് നൈസാണല്ലോ. പീസ് ആൻഡ് ലവ്, ഫങ്കി. നമ്മുടെ കാർഡോ ഒരു ലൂസാവുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ഫസ്റ്റ് സ്റ്റോപ്പ് കുദ്ര, ലാസ്റ്റ് എക്സിറ്റ് ആണ് ആദ്യത്തെ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് ലിസയിൽ ആണ് രണ്ടാമത്തെ സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഫസ്റ്റ് സ്റ്റോപ്പിലോട്ട് നീങ്ങാം. കുദ്ര ലാസ്റ്റ് എക്സിറ്റ്. ഞാൻ ഓൾറെഡി ഒരു കുതിരയ്ക്ക് പോകണം എന്നുള്ള പ്ലാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കുതിരയ്ക്ക് നമ്മുടെ നോർമൽ ചായ് റൈഡ് ഉണ്ടല്ലോ, അത് ഒരു കുതിരയ്ക്കൊരു ടീ റൈഡ് ആക്കണം എന്നുള്ള പ്ലാൻ. ഓക്കെ, ലൈൻ ചേഞ്ച് ചെയ്യണം. നല്ല കാറ്റുണ്ട്, വെറുതെ അല്ല. ഇന്ന് വന്നപ്പോൾ ആരോ പറഞ്ഞു നല്ല വിൻഡ് ഉണ്ടെന്ന്. ഞാൻ വരുന്ന വഴിക്ക് അതാ എനിക്ക് എന്തോ ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ എനിക്കിങ്ങനെ തോന്നി. സംഗതി അത് വിൻഡിൻ്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, ഇപ്പോൾ സിഗ്സാഗ്. അപ്പോൾ അയാൾ അവിടെ ഫ്രണ്ടിൻ്റെ BMW എൻ്റെ സൈഡ്, RJ ബ്രോ റൈറ്റ് പിടിക്കും, ഞാൻ ഈ ലെഫ്റ്റും പിടിക്കും. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ സ്റ്റാഗേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് സിഗ്സാഗ്. സിഗ്സാഗ് ആകുമ്പോൾ നമ്മുടെ പാരലലി, നമ്മുടെ ഇപ്പോൾ എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ആളില്ല, പക്ഷേ എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കുറച്ച് ഫ്രണ്ടിൽ ആളുണ്ട്. അപ്പോൾ സിഗ്സാഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ ഫ്രണ്ടിൽ ഗ്യാപ്പ് എടുക്കണം. എന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്വേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും റിസ്ക് ഇല്ല. കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് വണ്ടിയില്ല, ബാക്കിലോ ഫ്രണ്ടിലായിട്ടേ ഉള്ളൂ. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരൊറ്റ സിംഗിൾ ലൈന് പോകുന്നതിൻ്റെ അത്ര ലെങ്ത്ത് ക്യൂവിനുണ്ടാവും ചെയ്യില്ല. സിഗ്സാഗ് ആയതുകൊണ്ട് ലെങ്ത്ത് കുറവായിരിക്കും ക്യൂയുടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ ക്യൂ ആയിരിക്കും. ഹത്ത ഒമാൻ. ഓ, വണ്ടികളുടെ എക്സോസ്റ്റുകളുടെയൊക്കെ ഒരു ബഹളാണെന്ന് തോന്നുന്നു. സ്പീഡ് കുറച്ചതാണോ കുറക്കുന്നതാണോ എനിക്ക് തോന്നുന്നു. ഈ ലൈൻ പിടിച്ചിട്ട് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ സ്പീഡ് എന്തായാലും കൂട്ടും. സ്പീഡ് ഒരു 120 വരെ പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവരും ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോ ആക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ല, റൗണ്ട് അബൌട്ട് എത്തി. ദാറ്റ്സ് ഫൈൻ. റൗണ്ട് അബൌട്ട്. ഈ
ഈ ഒരു സ്റ്റാഗേർഡ് ഫോർമേഷനും അതുപോലെ ഫോർമേഷനിൽ ഓടിക്കുന്നതിൻ്റെ എസ്പെഷ്യലി സ്റ്റാഗേർഡ്, ബാക്കി ഫോർമേഷനിലൊന്നും ഞാൻ അധികം ഓടിച്ചിട്ടില്ല. ആകെ ഇതിൽ തന്നെ എല്ലാ പ്രാവശ്യങ്ങളും പോയപ്പോൾ ഓടിച്ചിട്ടുള്ളൂ. ഇതിലുള്ള ഒരു പ്ലസ് പോയിൻ്റ് എനിക്ക് തോന്നിയത് പ്രെഡിക്റ്റബിലിറ്റി. അതായത് നമുക്കറിയാം അടുത്ത വണ്ടി എവിടെയെന്നുള്ളത്, നമ്മുടെ ബാക്കിലുള്ള വണ്ടി എവിടെയെന്നുള്ളത് നമുക്കറിയാം, ഫ്രണ്ടിലുള്ള വണ്ടി എവിടെയെന്നുള്ളത് നമുക്ക് കാണാനും പറ്റും. ഈ ഫോർമേഷൻ ഇല്ലാതെ ഓടിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും നോക്കണം മറ്റാൾ എവിടെ നിൽക്കുന്നത്. കാരണം എല്ലാവരും ഫ്രീ ആയിട്ടല്ല ഓടിക്കുന്നത്. പക്ഷേ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എൻ്റെ ബാക്കിലുള്ള വണ്ടികൾ ഏതൊക്കെ സൈഡിലാണ് ഉള്ളതെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലുള്ള ആൾ എൻ്റെ തൊട്ട് ബാക്കിലല്ല എന്നുള്ള അറിയാം, എൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും ലൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കതൊരു വലിയ ഹെൽപ്ഫുള്ളായി. പ്രെഡിക്റ്റബിലിറ്റി ഒരു ഭയങ്കര ഫാക്ടറാണ്. ഓക്കെ, സ്പീഡ് കൂടുവാണ്. അപ്പോൾ സ്പീഡ് കൂടി തുടങ്ങി. അപ്പോൾ ഇനി നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് സ്റ്റോപ്പ് കുദ്ര. അപ്പോൾ ഇനി അൽ കുദ്ര എത്തിയിട്ട് ഐ വിൽ സീ യു ഗൈസ് ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ അതെ നമ്മുടെ കുദ്ര എത്തി, ഏകദേശം എത്താറായി. പെട്ടെന്ന് ബ്രേക്കിംഗ് വരുന്നുണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ക്രിക്ക് എന്നുള്ള നമ്മുടെ കയ്യിൽ നിന്ന് ക്രിക്ക് എന്നുള്ളൊരു സൗണ്ട് വന്നു. പെട്ടെന്ന് ബ്രേക്കിംഗ് വരുന്നുണ്ട് ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ കുദ്ര ലാസ്റ്റ് എക്സിറ്റ് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഡിന്നർ കഴിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ലിസൈലിൽ പോയിട്ട് അവിടുന്ന് ഡിന്നർ കഴിക്കുന്നെന്നും പറയുന്നുണ്ട്. അപ്പോൾ എവിടുന്നാണ് ശരിക്കും ഡിന്നർ കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. ലിസൈൽ ഇവിടുന്ന് എത്ര ദൂരമുണ്ട് എന്നുള്ളതും അറിയില്ല. ഈ രണ്ട് വണ്ടി നമ്മുടെ കൂടെ വന്നതല്ലേ? അതെ ആണല്ലോ. അയ്യോ, here we are. അതെ അലമ്പട്ടി എത്തി. എന്താ ഞങ്ങൾ അവിടുന്ന് കണ്ടു. അപ്പം ശരി, അടുത്തൊരു പാക്കലാം. ഇല്ല, ഞാൻ മറ്റേ ഇതിന് വരെ കൂടെ അങ്ങനെ പോയി അവിടെ നിന്നാണ് വിടാം. ശരി ബ്രോ, കാണാം നെക്സ്റ്റ് ടൈം. ഐ ആം കമ്മിങ് വിത്ത് യു. ഉണ്ട്. അതെ ബ്രോ, ഫുഡിന് പോരുന്നുണ്ടോ അതോ?
ബ്രോ ഇറങ്ങുവാണോ അതോ ഇറങ്ങുവാണോ? ബ്രോ ഇറങ്ങുവാണ്. ഓക്കെ, ശരി ശരി, കാണാം നെക്സ്റ്റ് ടൈം. അപ്പോൾ ശരി, കാണാം നെക്സ്റ്റ് ടൈം. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ അവസാനം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെ, ലിസലി. ആ, പിന്നെ അവിടെ നിന്ന് അങ്ങനെ എനിക്ക് അങ്ങ് കയറിയാൽ മതി. ബ്രോ വിട്ടു, നെക്സ്റ്റ് ടൈം. ശരിയാ, ബൈ. ഉദയ് വിട്ടിട്ട് ബ്രോ, കാണാം നെക്സ്റ്റ് ടൈം. കാണാം ബ്രോ, ഞങ്ങൾ ബാക്കിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് നേരെ ലിസൈൽ. ഇതേ വീണ്ടും ആ വണ്ടി തന്നെ നമ്മുടെ ഫ്രണ്ടിലും. ലിസൈലിൽ പോയിട്ട് അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അതാണ് നിലവിലത്തെ പ്ലാൻ. അപ്പോൾ ഇതേ വണ്ടികളെല്ലാം ലൈനപ്പ് സെറ്റ് ചെയ്യുന്നു. വണ്ടികളെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നേരെ ഒരൊറ്റ പോക്കും. നമ്മൾ വന്ന അത്രയും വണ്ടികളില്ല ഡിന്നറിന്. ഓക്കെ, ലെറ്റ്സ് ഗോ. Here we go, ladies and gentlemen. അപ്പോൾ അടുത്ത സ്വീകരണ സ്ഥലം ലിസൈൽ. അവിടെ ചെന്ന് ഡിന്നർ എന്തൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. ഇങ്ങനെയാണോ പോകുന്നത്? ഈ ലിസൈൽ എവിടെ എന്താന്ന് പോലും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള വഴിയുടെ ഏകദേശം അങ്ങനെ തന്നെയാണ് വരുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ആലോചിച്ച് എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് കവർ ചെയ്തേക്ക് പോയേക്കാം. ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് ബാക്കി വെക്കണ്ടല്ലോ. അപ്പോൾ നേരെ ഇവിടുന്ന് 20 മിനിറ്റ്സാണ് ഏകദേശം. അവിടെ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, ബില്ല് കൊടുക്കുന്നു, ആൻഡ് ദെൻ എസ്കേപ്പ്. അതാണ് കറണ്ട് പ്ലാൻ. ഈ റൈറ്റ് സൈഡിൽ മൊത്തം അൽകുദ്ര, മറ്റേ ലവ് ലേക്ക് അങ്ങനത്തെ ഏരിയാസ് എല്ലാം ഈ റൈറ്റ് സൈഡിലാന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഇവിടേക്ക് പോകണം. ലവ് ലേക്കിൽ പോയി വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരു ചെയറൊക്കെ ഇട്ട് ചില്ല് ചെയ്യണം. എൻ്റെ ബാലക്കള വേണമെങ്കിൽ ഒരുമാതിരി എൻ്റെ മൂക്ക് കവർ ചെയ്യാൻ വെച്ചിട്ട് മൂക്ക് കവറായിട്ടുമില്ല, വാ കവറായിട്ടുണ്ടെന്നുള്ള പോലെ അവസ്ഥയിലാണ്. MT-07 ഇയാൾ സൈഡിൽ കിടത്തല്ല. ഇയാൾ വീലിയടിക്കാനുള്ള പ്ലാനാണോ? ക്യൂ പാലിക്കാത്തവർ തിരിച്ച് ക്യൂവിലോട്ട് കയറേണ്ടതാണ്. മദ്യഷാപ്പിന് മുന്നിൽ വരിക്കുന്നവർ തിരിച്ച് വരിയിലോട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഹാർലി അതിൻ്റെ സൈഡ് തട്ടിയില്ലെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. കാൽക്കുലേഷൻ ഓടിച്ച് അതിൻ്റെ ആ മസിൽ മെമ്മറി ഉണ്ടാവും. ഫ്രണ്ടിൽ മോൺസ്റ്റർ ആണ് തോന്നുന്നല്ലേ. ഇത് നമ്മുടെ നദീമിൻ്റെ അടുത്തുണ്ടായിരുന്നു മോൺസ്റ്റർ റെഡ് കളർ. അപ്പോൾ നമുക്ക് നേരെ ലിസൈലിലോട്ട് വിടാം. എന്നിട്ട് ലിസൈലി എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നോക്കാം. അവിടെ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറൻറ്റൊക്കെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാനുള്ളത് കഴിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ പോയി നന്നായിട്ട് കിടന്നുറങ്ങാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ നേരെ ലിസൈലി എത്താറാകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ലിസൈലി എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഏരിയയിൽ കൂടെ ഇതിന് മുന്നേ പോയിട്ടുണ്ട് എപ്പോഴോ. എങ്ങോട്ടാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, കഴിഞ്ഞ പ്രാവശ്യം കുറേ മുന്നേ ഞാനും ദീപും കൂടെ അല്ലൈൻ ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് എന്തോ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കറങ്ങി നമ്മുടെ ട്രക്ക് റോഡൊക്കെ പിടിച്ച് ട്രക്ക് റോഡിൽ നിന്ന് എനിക്കൊരു ഫൈനും കിട്ടി. അയ്യോ ക്യാമറ. അപ്പോൾ ഇതിലൂടെ പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ് എനിക്ക് ഓർമ്മയുണ്ട്. രണ്ട് സൈഡിൽ ഇതുപോലെ ബിൽഡിങ്സ്, 2 ലൈൻ റോഡുകൾ രണ്ട് സൈഡിലുമായിട്ട്. ഇവിടെ കുറേ ഇതുപോലെ ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് നമ്മൾ പോകുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇതുണ്ട്. അവിടെ കൊള്ള ഏരിയ ലിസൈലി എന്നാണ് ഏരിയയുടെ പേര് എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ആണോ അത്? ഹാർലി അല്ലായിരുന്നു. ഈ സോൺടേഴ്സ് എന്ന വണ്ടി കൊള്ളാട്ടോ. അതാരാണ്? നമ്മുടെ അറിയുന്ന ആരെങ്കിലും ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഒരു. അപ്പുറത്ത് വണ്ടി നിർത്താം, ഇപ്പുറത്തും വണ്ടി നിർത്താം. നമുക്ക് ഇപ്പുറത്ത് തന്നെ നിർത്താം, അല്ലെങ്കിൽ അപ്പുറത്ത് നിർത്തണം. ഓക്കോട്ടെ. അല്ലെങ്കിൽ
വേണമെങ്കിൽ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടിടാം. ഇവിടെ ഇടാം. യെസ്, എഴുതൂ. നമ്മൾ റോഡിലല്ലല്ലോ. I think we're gonna park there. പോലെ ആ കിട്ടി ഞാൻ എടുത്തു. അപ്പോൾ ആദിൽ അവിടെ ഉണ്ട്. ആദിൽ അവിടെ നിന്ന് ഇറങ്ങണ്ടാവും. വേറെ ഇനിയിപ്പോൾ ആരാ നമ്മുടെ കൂടെ ഉള്ളത്? ഷബീർ അവിടെ നിന്ന് ഇറങ്ങാനുണ്ട്. പിന്നെ ആർജെ അവിടെ നിന്ന് വരും. നമുക്ക് അരമണിക്കൂറാണ് നാട്ടിക്കുന്നത്. അരമണിക്കൂറാണ് വീട്ടിലേക്ക്. അപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അയ്യോ ഫോഗ്. അപ്പോൾ ഷബീർ ബ്രോയും എല്ലാവരും ഇറങ്ങി തിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്ന് അവിടുന്ന് ഒരു യൂട്ടേൺ എടുക്കും. എന്നിട്ട് നൈസായിട്ട് അപ്പോൾ തിരിച്ച് നമ്മളവിടുന്ന് അയ്യോ നിങ്ങൾക്ക് ഫുഡ് കാണിച്ചു തരാൻ മറന്നുപോയില്ലേ? ഷിറ്റ്. അല്ലെങ്കിൽ ഭക്ഷണം കൈ കിട്ടുമ്പോൾ ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. അതാണ് ഈ പ്രശ്നം. നല്ല ഗ്രിൽ ചിക്കനും ഷവർമയും സൂപ്പും എല്ലാം കഴിച്ച് പൊളിച്ച് എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഡിന്നർ പരിപാടിയും കഴിഞ്ഞ് ഡിസൈലിൻ. അപ്പോൾ ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക്. അടുത്ത റൈഡ് എന്നാന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരിക്കും. അപ്പോൾ എന്നാണുള്ളത് തീരുമാനിച്ചിട്ട് പറയാം. അപ്പോൾ താങ്ക് യു ഗൈസ്. I will see you guys in the next vlog. Take care, stay safe. Thanks for riding with me.